നാടകത്തിൻ്റെ ഇടയിൽ ബോംബ് പൊട്ടി. പോരാത്തതിന് മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ചുന്നേ. പിന്നെ തലങ്ങും വിലങ്ങും വെടിവെക്കും. പേടിക്കണ്ട, ഇത് തായ്ലൻഡിലെ സ്പൈ വാർ ഷോയുടെ ഭാഗങ്ങളാണ്. സംഗതി ഒരു തരത്തിൽ പറഞ്ഞ നാടകം തന്നെ, പക്ഷേ ഇതൊരു ഒന്നൊന്നര സ്റ്റണ്ട് ഷോ ആയിരുന്നു. ജെയിംസ് ബോണ്ട് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല കേട്ടോ. കയറിൽ തൂങ്ങിയിറങ്ങിയായിരുന്നു നായകൻ്റെ എൻട്രി. പുറകെ തോക്കും പിടിച്ച കുറേ പേരുടെ അകമ്പടിയോടെ വില്ലനും അങ്ങെത്തി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്പീഡ് ബോട്ട് മുതൽ ഹെലികോപ്റ്റർ വരെ ഇവിടെ വന്നു പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വില്ലൻ്റെ അധോലോക സെറ്റപ്പ്. ജെയിംസ് ബോണ്ട് പടങ്ങളിലെ പോലെ തന്നെ മനുഷ്യരാശിക്ക് വെല്ലുവിളിയാകുന്ന എന്തോ ഒരു കണ്ടുപിടുത്തത്തിനാണ് മൂപ്പരുടെ പോക്ക്. കൂടെ ഒരു യന്ത്രമനുഷ്യനുണ്ട്. പുള്ളി നിസ്സാരക്കാരനല്ല കേട്ടോ. മുതലാളി എന്തെങ്കിലും പറഞ്ഞാൽ ഇടം വലം നോക്കാതെ പുള്ളി ചെയ്തിരിക്കും. മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ട് ഈ കരിയിച്ച് കളയലാണ് മൂപ്പരുടെ മെയിൻ ഹോബി. അങ്ങനെ നമ്മുടെ വില്ലൻ്റെ പദ്ധതികൾക്ക് തടസ്സം നിന്ന ഒരു പാവത്തിനെയാണ് പുള്ളി ഇപ്പോട്ട് കരിയിച്ച് കളയുന്നത്. അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി കെട്ടിവെച്ച മനുഷ്യൻ നമ്മളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അസ്ഥികൂടമായി മാറി. ഇനി ആരുണ്ടടാ ഞങ്ങളോട് രണ്ടുപേരോട് കളിക്കാനെന്ന മട്ടിൽ വില്ലൻ അവിടെ കിടന്ന് എന്തൊക്കെയോ ഡയലോഗ് വിളിച്ച് പറയുന്നുണ്ട്. വെൽ ട്രെയിൻഡായ ഒരുപാട് പേരുടെ പ്രയത്നം നമുക്ക് ഈ സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജെയിംസ് ബോണ്ടാശാൻ മെയിൻ ഏരിയയിലേക്കൊക്കെ വലിഞ്ഞു കയറി അവിടെ ഇടി തുടങ്ങിയിരുന്നു. പുള്ളി ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് വലിച്ചു പറിച്ചെടുത്തായിരുന്നു. നമ്മുടെ വില്ലൻ്റെ പദ്ധതി തടയാനുള്ള സംവിധാനങ്ങൾ തന്നെ ആയിരിക്കണം. സംഗതി കണ്ടുപിടിച്ച് നിർവീര്യമാക്കിയതിൻ്റെ ഒരു ത്രില്ലിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും തേണ്ട ഇടിയിട്ട് കിടന്നവരൊക്കെ എണീറ്റ് തുടങ്ങി. നമ്മുടെ ജെയിംസ് ബോണ്ടാശാനെ ഒറ്റയ്ക്ക് തല്ലി തോൽപ്പിക്കാനാവില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കണം പുള്ളി നേരെ പോയി ആളെ വിളിച്ചു കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്തു. അങ്ങനെ അധോലോകത്തിൽ സൈറം മുഴങ്ങാൻ തുടങ്ങി. വില്ലനും റോബോട്ടും അടക്കം എല്ലാവരും ജെയിംസ് ബോണ്ടിൻ്റെ വരവ് അറിഞ്ഞു. പിന്നെ അങ്ങോട്ട് അവിടുന്ന് ആകെ വെടിയും വകയായിരുന്നു. വില്ലനും കൂട്ടരും ആശാന് നേരെ ഒരേ വെടിവെപ്പ്. പിന്നെ ആശാന് നേരം കളയാനില്ലാത്തതുകൊണ്ട് കയ്യിലിരുന്ന ഒരു ചെറിയ ഗ്രനേഡ് അവിടേക്ക് ഇട്ട് കൊടുത്തു. അവിടം കൊണ്ടൊന്നും അത് തീർന്നില്ല കേട്ടോ. റോപ്പ് വേയും പിടിച്ചു വന്ന് വില്ലന്മാർ വെടിവെപ്പ് തുടങ്ങി. പിന്നെ അങ്ങ് ആകെ മൊത്തം വെടിവെപ്പായി. മേലെ നിന്നും താഴെ നിന്നും എല്ലാം ആശാന് ഒരേ വെടിവെപ്പ്. ആശാനും വിട്ടുകൊടുത്തില്ല കേട്ടോ. വരുന്നവരെ ഓരോരുത്തരായിട്ട് ആശാനും വെടിവെച്ചിട്ടു. അതുകൊണ്ടും തീർന്നില്ല. പിന്നെ പല പല ടീമുകളായി വരവ്. ഓരോരുത്തരുടെയും ലക്ഷ്യം ആശാൻ തന്നെ. സ്പീഡ് ബോട്ടിൽ വരുന്നു, ഹെലികോപ്റ്ററിൽ വരുന്നു, ആകെ ഒരു ജഗപുക. ഇതിലെ സ്പീഡ് ബോട്ടിൽ വന്ന ബിരുദന്മാരെ കാണികളെയും വെറുതെ വിട്ടില്ല കേട്ടോ. അത്യാവശ്യത്തിനൊക്കെ ഒന്ന് നനച്ചു കൊടുത്തുന്നേ. എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസ് വേണമല്ലോ അല്ലേ. അപ്പോഴേക്കും നമ്മുടെ വില്ലനും റോബോട്ടും കൂടെ പൊസിഷനൊക്കെ തിരിച്ചു പിടിച്ചിരുന്നു കേട്ടോ. നമ്മുടെ നായകന് രക്ഷപ്പെടാൻ വേണ്ടി വന്ന ഹെലികോപ്റ്റർ അവർ തീയിട്ട് കളഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നില്ലേ നമ്മുടെ റോബോട്ട് ആളിച്ചിരി പ്രശ്നക്കാരനാണെന്ന്. ഒരു ചെറിയ സ്റ്റണ്ടിലൂടെ നമ്മുടെ ജെയിംസ് ബോണ്ട് ആശാനെ പുള്ളി അങ്ങ് മലർത്തിയടിച്ചു. പോരാത്തതിന് ഇതേ കരിയിക്കാനായിട്ട് മെഷീനിലേക്ക് കയറ്റി അങ്ങ് പിടിപ്പിച്ചു. എങ്ങനെയുണ്ട് ഈ സ്റ്റണ്ട് ഷോ? നമ്മുടെ ജെയിംസ് ബോണ്ട് ആശാന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത പാട്ട് കാണണേ.